ചിലപ്പോ നല്ല മൂടാച്ച ഒറ്റ ഓട്ടം ഓടും. ദേവൂസിൻ്റെ വല്യമ്മ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ദേവൂസിന് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുത്തിട്ട് വല്യമ്മ പരാതി പറയാം കേട്ടോ. താങ്ക് യു എന്ന് ദേവ് പറഞ്ഞപ്പോൾ പറയാണ്, താങ്ക് യു ഒന്നും മിണ്ടാൻ കൂടെ ഇല്ലാന്ന്. ശരിയാട്ടോ, ദേവ് ഫോണൊന്നും ചെയ്ത് കഴിഞ്ഞാൽ സംസാരിക്കില്ല കേട്ടോ. അത് ആരോടും സംസാരിക്കില്ല ഫോണിലൂടെ. അച്ഛനാണെങ്കിലും എറണാകുളത്ത് നിന്ന് വിളിച്ചാൽ ദേവ് പറയും ആ ആ അത്രേ ഉള്ളൂ, കഴിഞ്ഞു സംസാരം. അപ്പോൾ പറയും വീട്ടിൽ വന്നാൽ എന്താ കളി ചിരി സംസാരം, ഫോൺ വിളിച്ചാൽ മിണ്ടുകയില്ല. അപ്പോൾ ഒരു വിഷമം കേട്ടോ, പെട്ടെന്ന് ആൾ ചേഞ്ച് ആകും. ദേവൂസിന് ഇഷ്ടമല്ല കേട്ടോ ഫോണിൽ സംസാരിക്കുന്നത് എന്താണെന്നോ. അപ്പോൾ വല്യമ്മ ദേവൂസിന് ഗിഫ്റ്റൊക്കെ കൊണ്ടു കൊടുത്തു കേട്ടോ. ഡ്രസ്സ്, വള, കമ്മൽ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു കേട്ടോ. വല്യമ്മ ഒരാഴ്ചത്തേക്കാണ് ഡൽഹിയിൽ നിന്ന് വന്നത്. അപ്പോൾ വല്യച്ഛനും ദേവുവിൻ്റെ അപ്പുവേട്ടനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പുവേട്ടൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഒരു ദിവസത്തേക്കാണ് കേട്ടോ അപ്പുവേട്ടൻ വന്നത്. അപ്പം ഒരാഴ്ചത്തേക്കാണ് അവർ വന്നിരിക്കുന്നത്. അങ്ങനെ ദേവൂസ് അവളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല ഇഷ്ടമായി ദേവൂസിന് ഡ്രസ്സ്. ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും ഉടുപ്പ്, പാവാട അങ്ങനെയൊക്കെയാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ജീൻസും ടോപ്പും ഒക്കെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ഇത് പാകമാകുമോ എന്നറിയില്ല, എന്നാലും ഒന്ന് നോക്കി ഇപ്പോൾ വളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് പാകമാകുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ദേവൂസിന് കറക്റ്റ് അളവായിരുന്നു. അത് നല്ല ഇഷ്ടപ്പെട്ടുകൊണ്ട് വളയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ വളയൊക്കെ കാണാൻ. അപ്പം ദേവൂസിൻ്റെ ഫാമിലിയാണ് അതൊക്കെ. എല്ലാവർക്കും നമ്മുടെ ഷോർട്സൊക്കെ കണ്ട എല്ലാവർക്കും അറിയാം, വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും അറിയാം. ഇതാണ് അപ്പുവേട്ടൻ. അപ്പുവേട്ടൻ ബാംഗ്ലൂരിൽ PG കഴിഞ്ഞു. അപ്പോൾ ഇനി ജോലിയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കമ്മലൊക്കെ കണ്ടോ വല്യമ്മ കൊണ്ടു കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ദേവൂസിന് ഒത്തിരി ഇഷ്ടമുള്ളൊരു കമ്മലാണ് കേട്ടോ ജിമിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം അപ്പുവേട്ടൻ പറഞ്ഞു ദേവുവിന് കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് മുഖമൊക്കെ മാറി കേട്ടോ. അവൾ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടാളും എപ്പം നോക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. നല്ല ഭംഗിയുണ്ട് ആ ജിമിക്ക് കാണാൻ. ദേവൂസിന് അത് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ ഇങ്ങനൊരു ഫോണുണ്ട്, അത് അതിനെന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യുന്നതും അച്ഛൻ തന്നെ കേട്ടോ. ഇലക്ട്രിക് കാര്യങ്ങളൊക്കെ അച്ഛൻ തന്നെ ആയിരിക്കും ചിലപ്പോഴൊക്കെ ഇങ്ങനെ നോക്കുന്നത്. അപ്പം ഇതാ ദേവൂസിന് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദേവു ഓരോന്നും എടുത്ത് പുറത്തേക്ക് വെക്കുമ്പോഴത്തേക്കിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇന്ന് തന്നെ ഒറ്റ ദിവസം കൊണ്ട് അതൊക്കെ തീർക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് മധുരം കാര്യങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യും കേട്ടോ. ഓരോ പൊതി പുറത്തേക്ക് ഇറക്കുമ്പോഴും ദേവുവിൻ്റെ ഹൃദയത്തിൽ എന്തെല്ലാം ഇട്ട് പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇത് ഫാമിലിയെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാട്ടോ ഈ വീഡിയോസൊക്കെ ഞാൻ ഇട്ടത്. അപ്പം എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പം അച്ഛൻ പറയുന്നുണ്ട് ദേവുവിനോട് മുട്ടായിയൊക്കെ ഞാൻ പൊട്ടിച്ച് തരാം. എന്താ അച്ഛൻ ഒരു പുതിയ ഫാനാണ് കേട്ടോ, അത് റൂമിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ അതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ പൊട്ടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ദേവുവിനോട് ആ ചോക്ലേറ്റിൻ്റെ പൊതിയൊക്കെ വാങ്ങിച്ചിട്ട് അച്ഛൻ രാവിലെ ദേവ് കാണാതെ ഓരോന്നെടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. പുതിയ പുതിയ വീഡിയോകളായിട്ടൊക്കെ ഞങ്ങൾ ഉടനെ വരും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.